ഒരു പ്രഭുവിന് എന്താ ശക്തിയോ മഹിമയോ ഉണ്ടാവുക, അത് പ്രകടമാക്കണം. ആരെങ്കിലും കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ അവർക്ക് ശാരീരിക സഹായം വേണമെങ്കിൽ അത് ചെയ്യണം. ഇനി ധനസഹായമാണെങ്കിൽ അത് കൊടുക്കാൻ പറ്റണം. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ അതാണ്. ദാനം ഈശ്വരഭാവശ്യ വൈശ്യകർമ്മ സ്വഭാവജ. ഈശ്വരഭാവം എന്ന് പറഞ്ഞാൽ എന്താ? രാജാവാണല്ലോ വാസ്തവത്തിൽ പ്രജകളുടെ അധീശൻ. ആ അധീശഭാവം വേണം. ഒരു മാസ്റ്ററായിട്ട് പെരുമാറണം, സർവൻ്റായിട്ട് പെരുമാറണം. യജമാനൻ്റെ സ്ഥാനത്ത് നിൽക്കണം, സേവകൻ്റെ സ്ഥാനത്ത് നിൽക്കണം. അതിൽ ഈ ക്ഷത്രിയനുള്ള സ്ഥാനം എവിടെയാണെന്ന് പറയുക. ഈ ക്ഷത്രിയൻ ഒരു കാലത്തും ഒന്നും എടുക്കാൻ നോക്കരുത്, കൊടുക്കാനേ നോക്കാൻ പാടുള്ളൂ. സമൂഹത്തിൻ്റെ ഭദ്രത, ഐക്യം, അതിൽ സമാധാനവും ശാന്തിയും ഉണ്ടാവത്തക്ക വിധത്തിൽ എന്ത് ചെയ്യാനും ഒരു ക്ഷത്രിയൻ തൻ്റെ മെയ് ഉപയോഗിക്കണം, തൻ്റെ ശരീരം. ഇപ്പോൾ ഒരു അനീതി കണ്ടു, ഒരു അക്രമം കണ്ടു, പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലണം, ശിക്ഷിക്കാൻ സാധിക്കണം. ഇപ്പോൾ പോലീസുകാരെന്ന് പറയുന്നത് ആരാ? അവിടെ ചെന്നിട്ട് വഴക്ക് കണ്ടുകൊണ്ട് നിൽക്കുന്നവരാ, അതോ ആ വഴക്ക് നിർത്തുന്നവരോ? അതുമാതിരി മിലിറ്ററിക്കാർ. ഇപ്പോൾ അടുത്ത കാലത്ത് ചൈനക്കാർ നമ്മുടെ ഇടയിൽ കുറച്ച് നുഴഞ്ഞു കയറി എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പത്രത്തിൽ കണ്ടത് അവരെ ഉന്തി തള്ളി പുറത്തേക്ക് അങ്ങോട്ട് പിന്നാക്കം തള്ളി എന്നാണ് പറയണത്. അല്ല, എൻ്റെ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞിട്ട്. രാജ്യം മുഴുവൻ അവർക്ക് ശമ്പളം കൊടുത്ത്, പെൻഷൻ കൊടുത്ത്, ഫ്രീ എഡ്യൂക്കേഷൻ കൊടുത്ത്, എന്തൊക്കെ കൊടുത്തിട്ടാണ് അവരെ ഉറ്റുനോക്കണത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക്. അത്രയ്ക്ക് കോടാനുകോടി ജനങ്ങൾ അവരിൽ വിശ്വാസമർപ്പിച്ചിരിക്കുമ്പോൾ ഈ സേനാനികൾക്ക് അതല്ലാത്തൊരു മനോഭാവം അവിടെ പുലർത്താൻ പറ്റുമോ? പറ്റില്ല. അത് വളരെ ഗൗരവത്തോടു കൂടി നോക്കേണ്ടതാണ്. തൻ്റെ ദേഹബലം മുഴുവനും ഒരു ഉരുള ചോറ് ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് സമാജത്തിൽ നീതിയും ന്യായവും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വിചാരം അത് ശരീരബലം കൊണ്ടാണ്. ഒരു ബ്രാഹ്മണൻ തപസ്സുകൊണ്ടാണ് ചെയ്യുക. നോക്കൂ, വിശ്വാമിത്രൻ അയോധ്യയ്ക്ക് പോയി. എന്തിനാ പോയേ? അദ്ദേഹം ഒരു യാഗം ചെയ്യാൻ പുറപ്പെട്ടു. അപ്പോൾ രാവണൻ്റെ ആൾക്കാർ വന്ന് അതിന് തടസ്സമുണ്ടാക്കുക. അപ്പോൾ ഒരു സത്കർമ്മം ചെയ്യുമ്പോൾ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പ്രജകൾക്കുണ്ട്. അതിനെന്തെങ്കിലും തടസ്സം ഒരാൾ ചെയ്യുകയാണെങ്കിൽ ആ തടസ്സം നേരിടാൻ യാഗം ചെയ്യുന്ന ആളല്ല. അവരൊക്കെ ശമോദമസ്തപശൗചം എന്ന് പറയുന്ന കൂട്ടരാ, ശാന്തശീലന്മാരാ. അവർക്ക് ആർക്കും ശത്രുക്കളെയോ പടയാളികളെയോ നേരിടാൻ കഴിയില്ല, ഉദ്ദേശമില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ദശരഥനോട് പറഞ്ഞ് രാമനെ കൂട്ടിക്കൊണ്ടു പോവാമെന്ന് പറഞ്ഞിട്ടാണ് വിശ്വാമിത്രൻ വന്നത്. രാവണൻ്റെ ആൾക്കാർ വന്ന് എൻ്റെ യാഗം മുടക്കണു, അത് നിർവിഘ്നം നടത്താൻ വേണ്ടി എനിക്ക് സഹായിക്കാൻ, എന്നെ പരിരക്ഷ ചെയ്യാനായിട്ട് മകനെ പറഞ്ഞയക്കണമെന്ന് പറയാനാണ് പോയത്. അപ്പോൾ അത് ക്ഷത്രിയൻ ചെയ്യേണ്ട ജോലിയാണ്, അതൊരു ബ്രാഹ്മണനോ ഒരു തപസ്വിയോ ചെയ്യേണ്ടതല്ല. അപ്പോൾ ഇങ്ങനെ ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ സമാജത്തിൻ്റെ ഭദ്രത കാത്തുരക്ഷിക്കുന്നവൻ, എല്ലാവരെയും അടക്കി നിർത്തുന്നവൻ, നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നവൻ, വ്യക്തികളുടെ സ്വാതന്ത്ര്യം സുരക്ഷിതമാക്കി നിർത്തുന്നവൻ. ഇപ്പം നമ്മൾ മിലിറ്ററിയെ സഹായത്തിന് വിളിക്കുന്നത് എപ്പോഴാണ്? വലിയ വലിയ ദേശീയ വിപത്ത് വന്നാൽ സാധാരണ ജനങ്ങളെ കൊണ്ടോ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടോ നടത്താൻ പറ്റില്ല എന്ന് വന്നാൽ മിലിറ്ററിയെ സഹായത്തിന് വിളിക്കും. അല്ലെങ്കിൽ അവരെ അതിർത്തി രക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടവരാണ്, ശത്രുക്കളോട് യുദ്ധം ചെയ്യാനുള്ളവരാണ്. അവർ ശാന്തി സമയത്ത് വന്ന് നാട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടവരല്ല. അങ്ങനെയാണ് അവരുടെ ജീവിതം. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ശൗര്യം തേജോ ധൃതൃദാക്ഷ്യം യുദ്ധേജാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മസ്വഭാവജം. ഈ ജനിച്ച കുട്ടി ക്ഷാത്രശീലമുള്ളവനാണ്, ആ വാസനാബലമുള്ളവനാണെങ്കിൽ അവനിതാ ഈ ലക്ഷണങ്ങളെല്ലാം കുറേശ്ശെ ആയിട്ട് കണ്ടു തുടങ്ങും. ശൗര്യം, അവൻ്റെ നോട്ടം, അങ്ങനെയാണ് നോക്കുക. അത് കാണുമ്പോൾ ആ കുട്ടിയെ അങ്ങനെയുള്ള ലക്ഷണങ്ങളിലൂടെ വളർത്തി നമ്മൾ കൊണ്ടുവരണം. മിക്കവാറും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ജനിച്ചാൽ അതുപോലെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുക. ഇതിപ്പോൾ ക്ഷാത്രമായി. ഇനിയോ 2 എണ്ണം കൂടിയുണ്ട് ഈ 4 വർണ്ണങ്ങളിൽപ്പെട്ടത്. ഒന്ന്, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള കൃഷി. നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം ഇവിടെ വിളയിക്കണം. വിളയിച്ച ഭക്ഷണമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ
വിളയുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന മൃഗങ്ങൾ ആണ് പിന്നെ മാംസഭക്ഷണമായിട്ട് എടുക്കുക. പക്ഷെ നമുക്ക് ശരിയായിട്ടുള്ള ഭക്ഷണം ഭൂമിയിൽ മണ്ണ് വാരി തിന്നാൻ പറ്റില്ല, കാറ്റ് കുടിക്കാനും പറ്റില്ല. വെള്ളം മാത്രമാണ് അതിൽ പോഷകമില്ല. അപ്പോൾ ഭക്ഷണം വിളയിക്കണം. ആ വിളയിക്കുന്നതാണ് ഈ കർഷക വൃത്തി, കൃഷിപ്പണി എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിൽ എപ്പോൾ നിങ്ങൾ ആലോചിച്ചാലും ആദ്യം വേണ്ടത് ഭക്ഷണമാണ്. പിന്നെ നമുക്ക് വസ്ത്രം വേണം, അത് കഴിഞ്ഞാൽ പാർപ്പിടം വേണം. ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോതിങ് എന്നാണ് നമുക്ക് പറയുക. അതിൽ ഫുഡ് ഒരു തനതായ വിഭാഗമാണ്. ദേശവും കാലവും മഴയും മഞ്ഞും എല്ലാം ആലോചിച്ച് നോക്കി അതാത് കാലങ്ങളിൽ എന്തെല്ലാം ചെയ്യണമോ കൃഷിക്ക് വേണ്ടി അതൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കി ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവരാണ് മണ്ണിൻ്റെ മക്കൾ എന്ന് വേണമെങ്കിൽ അവരെ പറയാം, അങ്ങനെയുള്ള കൂട്ടർ. അതുപോലെ കൃഷി ഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. കൃഷി ഗോക്കളുടെ രക്ഷ, വാണിജ്യം. നമ്മളുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും സഭ്യതയും കണക്കിലെടുക്കുമ്പോൾ ഇവിടെ പശുക്കൾക്ക് വലിയ സ്ഥാനം പഴയ കാലം മുതൽക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപനിഷത്തുകളൊക്കെ പഠിച്ചാൽ കാണാം, വസിഷ്ഠൻ മുതലായിട്ടുള്ള മഹർഷിമാർ ബ്രഹ്മസദസ്സുകളിൽ പോയി അവിടെ ഗാർഗിയെ പോലെയുള്ളവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് തക്ക മറുപടിയൊക്കെ നൽകി ആ സദസ്സിൽ വെച്ച് ഏറ്റവും മികച്ചവനാണെന്ന് വന്നാൽ അപ്പോൾ പറയാണ്, രാജാവ് അവിടെ പന്തയം മാതിരി പറഞ്ഞിട്ടുണ്ടാവും, 1000 പശുക്കൾ അല്ലെങ്കിൽ 100 പശുക്കൾ എന്ന് കൊണ്ടുപോയിക്കോളൂ എന്ന്. അപ്പോൾ പശുക്കൾ നമ്മളൊരു ധനവുമായിട്ട് കണക്കാക്കിയിട്ടുണ്ട് ഇവിടെ. പിന്നെ പശുക്കളിൽ നിന്ന് കിട്ടുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ്. പഞ്ചഗവ്യത്തിനെ കുറിച്ച് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാത്രേ. പശുവിൽ നിന്ന് പുറത്തു വരുന്ന 5 കൂട്ടം സാധനങ്ങൾ എന്തൊക്കെയാത്? പാല്, മോര്, നെയ്യ്, ചാണം, മൂത്രം. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനും രോഗത്തിനും എല്ലാം അത്യാവശ്യമാണത്രേ. അപ്പോൾ പശുക്കൾ വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഈ പശുക്കളെ രക്ഷിക്കുക, അതിനെ വേണ്ടതുപോലെ മേയാൻ കൊണ്ടുപോവുക, മേച്ചിൽ പറമ്പുകൾ ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക, കുളിപ്പിക്കേണ്ടതിനെ കുളിപ്പിക്കുക, അത് നോക്കുക. നല്ലൊരു ശുശ്രൂഷയാണ്. വാണിജ്യം, പിന്നെ കച്ചവടം. അപ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ഈ കൃഷിയും കച്ചവടവും ഇല്ലാതെ മനുഷ്യരാശിക്ക് കൂട്ടായി ജീവിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് അതെ. നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കണം. ഈ ഭക്ഷണം ആരാ ഉണ്ടാക്കുക? കർഷകന്മാരാണ്. വിളഭൂമിയിൽ, കൃഷിഭൂമിയിലാണ് ഉണ്ടാക്കുക. അവർക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ഇപ്പം നെല്ലാണെങ്കിൽ അവർ സമയത്തിന് വിത്തിറക്കും, അത് മുളച്ചു, കള പറിച്ച് നീക്കി, കാലാവസ്ഥയൊക്കെ നന്നായി, വേണ്ടി വന്നാൽ വെള്ളം കൊടുക്കണമെങ്കിൽ ജലസേചന സൗകര്യത്തിലൂടെ വെള്ളം കൊടുത്ത് നനയ്ക്കുക. അങ്ങനെ എന്തു വേണമെങ്കിലും അവർ കഠിനാധ്വാനം ചെയ്യണം, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും. അങ്ങനെ ചെയ്തത് നോക്കി കൊണ്ടുവന്നാൽ അവർക്ക് കൊയ്തെടുത്ത് വീട്ടിൽ വയ്ക്കാനേ പറ്റുള്ളൂ. ആ വീട്ടിൽ വച്ചിട്ടുള്ള സാധനങ്ങളെ ഉപഭോക്താക്കൾക്ക് കിട്ടത്തക്ക വിധത്തിൽ വിപണികളിൽ കൊണ്ടെത്തിക്കണം എന്ന് പറഞ്ഞാൽ അതവർക്ക് പറ്റില്ല. അതിന് ഒരു കൂട്ടം വിഭാഗം വേറെ വേണം. അതാണ് ഈ വാണിജ്യം. ആ വാണിജ്യത്തിൻ്റെ തന്നെ കുറച്ചുകൂടിയും വികസിത അഡ്വാൻസ്ഡ് രൂപമാണ് ഇൻഡസ്ട്രി, വ്യവസായം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയിലായാലും വാണിജ്യത്തിലായാലും മുതലും പണവും മുടക്കി സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുക, ക്രയവിക്രയം, വിക്രയം ഇത് രണ്ടും നടത്തണം. അത് ഈ കൃഷി ചെയ്യുന്നവരെ കൊണ്ട് സാധിക്കില്ല. അവർ ഉണ്ടാക്കിയിട്ടുള്ള വിള അവർ ആവശ്യക്കാർ വരുമ്പോൾ കൊടുക്കും, അത്രേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു വീട്ടുകാർ കൃഷി ചെയ്തു, അവർക്കൊരു 500 പറ നെല്ലുണ്ടായിട്ടുണ്ട്, അവർക്ക് ആവശ്യം അത്രയൊന്നുമില്ല, ബാക്കിയുള്ളത് എന്ത് ചെയ്യും? കൊടുക്കും. ആരെങ്കിലും വന്നത് മേടിക്കണം, അവർക്ക് പലയിടങ്ങളിലും പോയി മേടിച്ച് അത് ഒരു കൂട്ടുക, എന്നിട്ട് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് അത് വണ്ടിയിൽ കയറ്റി വിപണിയിൽ കൊണ്ടെത്തിക്കുക. അവിടെ ചെല്ലുമ്പോൾ കച്ചവടക്കാരിത് മേടിക്കും, അവർ സ്റ്റോക്ക് ചെയ്യും. അവിടെ നിങ്ങൾക്ക് പോയാൽ നെല്ല് കിട്ടും, പൈസ കൊടുത്ത് മേടിക്കാം. അപ്പോൾ ഈ കൃഷി വാണിജ്യം എന്ന് പറയുന്നത് രണ്ട് കാളകളെ പൂട്ടിയ വണ്ടിയെ പോലെയാണ്, ഒരുപോലെ പോകുന്നതാണ്.
കൃഷി ഭൂമിയിൽ ഇറക്കുന്നതാണ്. വാണിജ്യം ആ വിളകളെ മേടിച്ച് കൊണ്ട് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന ദൗത്യമാണ്. ഇത് വൈശ്യൻ്റെ പ്രവൃത്തിയാണത്രേ. വിളയിറക്കി കൃഷി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക പരിചയവും തയ്യാറെടുപ്പും ഒക്കെ വേണം. മഴക്കാലത്ത് നല്ലോണം വെള്ളം ഉണ്ടാവും. എപ്പോഴാണ് കഴ പൊട്ടുക എന്നറിയില്ല. പൊട്ടിയാൽ അത് അടയ്ക്കണം. പഴയ കാലത്തൊക്കെ പന്നിയും കിന്നിയൊക്കെ വരും. പല വിധത്തിലുള്ള കേടുകളുണ്ടാവാം. അതൊന്നും വരാതെ നോക്കണം. അപ്പോൾ എപ്പോൾ നോക്കിയാലും സമയത്തിന് വിത്തിറക്കി അത് വളർത്തി കളമാറ്റി കളയെടുത്ത് ഇങ്ങനെയെല്ലാം പലതും ചെയ്യണമല്ലോ. അത് തന്നെ ഒരു ജോലിയാണ്. ഈ മണ്ണിൽ ജോലി ചെയ്യുന്നവർക്ക് വൃത്തിയും വെടുപ്പെന്നും പറഞ്ഞാൽ കാലത്തൊന്നും അവർക്ക് ചിലപ്പോൾ കുളിക്കാൻ പറ്റില്ല. നേരത്തെ എണീറ്റ് 4:30 മണിക്കാണ് ഉഴാൻ വേണ്ടി വേനൽക്കാലത്ത് പറമ്പിലേക്ക് ചെല്ലുക, പാടത്തേക്ക് ചെല്ലുക. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ളത് കാട്ടുന്ന ഈ ഉണങ്ങിയ ഇലകൾ അടിച്ചു കൊണ്ടുവന്ന് വലിയ കൊട്ടയിൽ തെങ്ങിൻ്റെ പട്ട മെടഞ്ഞതുകൊണ്ട് കെട്ടിയിട്ടുണ്ടാക്കിയ കൊട്ടയിൽ ഇത് 2 വള്ളിയിട്ട് പിടിച്ച് കൊണ്ടുവരും. എന്നിട്ട് അവിടെ കുറേശ്ശെയായിട്ട് പാടത്ത് വെച്ച് വൈകുന്നേരം തീ കൊടുക്കും. ആ മണ്ണിനെ സംരക്ഷിക്കാനും അതിനെ ഫലഭൂയിഷ്ടമാക്കാനും വേണ്ടി. അപ്പം നല്ല പാടുണ്ട്. എല്ലാ സമയത്തും ഉണ്ടായി എന്ന് വരില്ല. ഒരു കൊല്ലത്തിൽ 365 ദിവസം അവിടെ പണിയൊന്നും എടുക്കണ്ട. സാധാരണ മാക്സിമം നമ്മളുടെ അവിടെ കൊയ്യാൻ ഉപയോഗിച്ചത് 4 മാസമാണ്. വെളുത്തിരിക്കഴ്മ എന്ന് പറഞ്ഞൊരു വിത്തുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് വിത്തിൻ്റെ മുഴുവനും പേരും ഗുണദോഷം എനിക്കറിയില്ല. സാധാരണ ഒരു 3 മാസം, 2.5 മാസം, 4 മാസം വരെ കഴിഞ്ഞതുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കൊയ്ത് കൊണ്ടുവന്ന് 1 മാസവും കൂടി വേണ്ടി വരും. ബാക്കി എന്തൊക്കെ ചെയ്യും? അപ്പോൾ ധാരാളം മുടക്ക് സമയങ്ങളുണ്ടാവും. പക്ഷേ നല്ല വിഷമമാണ്. വിഷമെന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്കതൊരു സുഖമാണ്. ഒരു അധ്വാനം നല്ലതാണല്ലോ ശരീരത്തിന്. അപ്പോൾ കൃഷി ഗൗരക്ഷ്യ വാണിജ്യം. ഈ വാണിജ്യം എന്ന് പറയുന്നത് ഒരു ദൗത്യമാണ്. കൃഷിയും ഒരു ദൗത്യമാണ്. ഒരിക്കലും വിചാരിക്കരുത് കൃഷി ചെയ്യണത് എന്തിനാ? ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാനാണ്, തനിക്ക് മാത്രം കിട്ടാനല്ല. അപ്പം ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്ന് വേണം അവരെ പറയാൻ. ഒരു കോൺട്രിബ്യൂഷനാണത്. ഓരോരുത്തരും കൃഷി ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തിലോ രാജ്യത്തിലോ ഉള്ള ധാന്യശേഖരത്തിനുള്ള സംഭാവനയാണ് ഓരോരുത്തരുടെയും കൃഷി. അങ്ങനെ വിചാരിച്ച് തന്നെ വേണം അത് ചെയ്യാൻ. അപ്പം അതിൽ താല്പര്യമുള്ളവരും അതിൽ ശ്രദ്ധയുള്ളവരും അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അത് കുലത്തൊഴിലായി മാറും. എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്തു, അവരുടെ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്തു, അപ്പോൾ ഞാനും ചെയ്തു. അപ്പോൾ എനിക്ക് പാടത്ത് പോകാനും പിടിക്കാനും ഒന്നിനും വിഷമം തോന്നില്ല. കണ്ടുപഠിച്ചിട്ടുള്ളതാണ്. അച്ഛൻ്റെ കൂടെ നിന്നിട്ടുള്ളതാണ്, അമ്മയുടെ കൂടെയാണ്. അപ്പോൾ ഒരു വിഷമവും ഇല്ലാതെ നല്ല പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. കൃഷി ഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. വൈശ്യന്മാരെന്ന് പറയുന്ന ആൾക്കാർക്കാണ് ഇത്. അതിൽ വിളയിറക്കുന്നത് മാത്രമല്ല, ആ വിളകൾ വാങ്ങി കൊണ്ടുപോയി വിപണിയിൽ എത്തിച്ച് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കി തീർക്കുന്ന ദൗത്യം, വാണിജ്യ ദൗത്യവും അതിൽപ്പെടും. പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. പരിചര്യാത്മകം കർമ്മ. ഇനിയൊരു കർമ്മം എന്താ? ബ്രാഹ്മണനെ പോലെ തപസ് ചെയ്യാനും കൺട്രോൾ ചെയ്തിരിക്കാനും ഒന്നും നമുക്ക് പറ്റില്ല. അപ്പം ഞാനൊരു ലോകജീവിയാണ്, ഒരു നിലയ്ക്ക് ഭോഗജീവിയാണ്. അപ്പോൾ എനിക്ക് എല്ല് മുറിയെ പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. പല്ല് മുറിയെ പക്ഷേ എനിക്ക് തിന്നണം. തിന്നുന്ന കാര്യത്തിൽ നിങ്ങൾ കുറവെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. എത്രത്തോളം ഭക്ഷണം കഴിച്ചോ അതനുസരിച്ച് എനിക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. പഴയ കാലത്ത് നമ്മുടെ ആൾക്കാരെങ്ങനെയാണ്? ഇരുന്നാഴി അരി കഞ്ഞി വെച്ച് കുടിക്കും, ഇരുന്നാഴി അരി ചോറുണ്ണും, വൈകുന്നേരം ഇരുന്നാഴി അരി ഉണ്ണും. അപ്പോൾ എത്രയായി? 1.5 കിലോ അരിയുടെ ഭക്ഷണമാണ് ഒരാൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേ അവർക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ മാതിരി കായ്കറികളൊന്നും അത്ര കഴിക്കുന്നവരല്ല. കഞ്ഞിയാണ് അവർക്ക് പ്രധാനം, ചോറും. അപ്പോൾ അവർക്ക് എന്ത് വേണം? ശരീരത്തിന് നല്ല പുഷ്ടി വേണം. വലിയ പഠിപ്പിനും കാര്യത്തിനൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾക്കത്ര പറ്റില്ല. എത്രയും വേഗം ജോലി ചെയ്യുക, ശരീരത്തിന് നല്ലോണം പുഷ്ടിപ്പെടുത്തി നിർത്തുക. ഞാൻ ചെറുപ്പകാലത്ത് തൃശ്ശൂരിലൊക്കെ വന്നു പോകുന്ന സമയത്ത് ചില ആൾക്കാരുണ്ട്, 2 ടിൻ വെളിച്ചെണ്ണ, 2 ടിൻ മണ്ണെണ്ണ. മണ്ണെണ്ണ എന്നൊക്കെ പറയുമ്പോൾ എത്രയാണ്? ഒരു
18 കിലോ വരെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 18 കിലോ ഈ കയ്യിലും 18 കിലോ ഈ കയ്യിലും കൂടി 2 കയ്യിലും എടുത്തങ്ങോട്ട് പോകും. വളരെ തെറ്റാ, കുടലിറങ്ങവർക്ക്. പക്ഷെ എന്നാൽ അവർ ഹോട്ടലിൽ ചെന്നാലോ എത്ര ഉറുപ്പികയുടെ സാധനം അകത്തേക്കാക്കുക എന്നറിയോ? അപ്പം അവർക്ക് ശരീരം വളർത്തിയെടുക്കണം. അതുകൊണ്ട് ആർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, അതിനുള്ള വേതനം എനിക്ക് കിട്ടും വേണം. അങ്ങനെ പലതരത്തിലുള്ള സേവനങ്ങൾ ബാക്കിയുള്ളവർക്ക് ചെയ്യുന്നതിലാണ് അവർക്ക് താല്പര്യം, രസം, സന്തോഷം, ആസ്വാദനം. പരിചര്യാത്മകം കർമ്മം. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക, പ്ലാൻ ചെയ്യുക, പോവുക, വരവ്, അതൊന്നുമില്ല. എന്താ തന്നോട് തൻ്റെ മാസ്റ്റർ ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ അതങ്ങോട്ട് ചെയ്തു കൊടുക്കും. ഇപ്പം ആശാരിമാരൊക്കെ വന്നാൽ എന്താ ചെയ്യുക, എന്താ വേണ്ടേ ചോദിക്കും. അതിനനുസരിച്ച് അവർ പണിയെടുക്കും. പണി നന്നായി എടുക്കും. ഉടമസ്ഥന് സന്തോഷമാവും. അങ്ങനെ ഉടമസ്ഥനെ സന്തോഷിപ്പിച്ചുകൊണ്ട് തൻ്റെ ശരീരം, കയ്യും കാലും ഉപയോഗിച്ച് എന്ത് പ്രവൃത്തി വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറായി അതിൽ സന്തോഷിച്ച് രസിച്ച് മുന്നേറുന്ന കൂട്ടരാണ് ഈ ശൂദ്രന്മാരെന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാം മസിൽ വർക്കേഴ്സ് എന്ന് പറയാം. ദേ ആർ നോട്ട് നോളേജ് വർക്കേഴ്സ്. അവർ അറിവ് പ്രവർത്തകരല്ല, മസിൽ കൊണ്ടുള്ള പ്രവർത്തകരാണ്. മാംസപേശി കൊണ്ടാണ് അവരുടെ പ്രവർത്തനം. അങ്ങനെയുള്ള കൂട്ടരാണ് ഈ ശൂദ്രന്മാർ. അപ്പോൾ ഇതിൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഉള്ള ഒരു തകരാറോ ഒരു വിഷമമൊന്നുമില്ല. ഇതില്ല. മനുഷ്യരാശിയെ അവരുടെ മനസ്സും ബുദ്ധിയുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട്, വാസനാബലം കണക്കിലെടുത്തുകൊണ്ട് 4 തരത്തിൽ വിഭജിച്ചിരിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടി? സമാജം നിലനിൽക്കാൻ. ഇപ്പം നമ്മുടെ മിലിറ്ററിയിൽ ഒരു നോട്ടീസ് കൊടുത്തു, ഇതാ മിലിറ്ററിക്ക് ആൾക്കാരെ എടുക്കുന്നുണ്ട്, ഒരാളും പോകാൻ തയ്യാറില്ലെങ്കിലോ? ഞങ്ങൾക്ക് പോകണം എന്ന് വിചാരിച്ച് ഓരോരുത്തർ പോകുന്നുണ്ടല്ലോ. അവിടെ പോയാലത്തെ സ്ഥിതി എന്താ അറിയാം. എന്നാലും അവർക്ക് പോകാൻ വാസനാബലമുണ്ട്. എത്രയോ പേർക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ പഠിക്കാൻ. നല്ല കുട്ടികൾ, നല്ല കുടുംബത്തിൽ ജനിച്ചവരൊക്കെ പോവും. മിലിറ്ററി എന്ന് പറയുമ്പോൾ പേടിക്കുന്ന ഒരു കൂട്ടരുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്തായി? മിലിറ്ററിക്കാരെ കല്യാണം കഴിക്കും, നേവിക്കാരെ കല്യാണം കഴിക്കും. അങ്ങനെയാവും. സാധാരണക്കാർക്ക് ഒരാൾക്ക് മിലിറ്ററിക്കാരന് കൊടുക്കുമ്പോൾ അയ്യോ അവിടെ മിലിറ്ററിയിലാണ് ജോലി, എങ്ങാനും യുദ്ധമുഖത്തിലേക്ക് പോയാലോ എന്ന് പേടിക്കുന്നവരാണ് ബാക്കിയുള്ളവർ. പക്ഷേ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നവർക്ക് ആ പേടി ഉണ്ടാവില്ല. കൃഷികൗ രക്ഷ്യവാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. നമ്മുടെ കൈയും കൈവിരലും നോക്കൂ. 5 വിരലാണ് നമുക്ക്. അതിൽ 4 എണ്ണം ഇങ്ങനെയാണ്. 5-മത്തതോ ഈ തള്ളവിരൽ മറ്റേ വിരലിനെ മുഖാമുഖം നോക്കി അങ്ങനെയുള്ളതാണ്. ഈ 5 വിരലും നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും, ഒരു സാധനത്തിന് മുറുക്കി ഇങ്ങനെ പിടിക്കാൻ പറ്റിയ തരത്തിലാണ് ഈ 5 വിരലിൻ്റെ ഘടന. എല്ലാം ഒരേ നീളമല്ല. തള്ളവിരലും മറ്റു വിരലും തമ്മിൽ യോജിക്കുന്നതാണ്, തമ്മിൽ മുഖാമുഖം നിൽക്കുന്നതാണ്. ഈ 4 എണ്ണം അങ്ങനെയല്ല. ഓരോന്നിനും ഓരോ തരത്തിലാണ് നീളം. അതിങ്ങനെ പിടിക്കുന്ന സമയത്ത് വരുന്ന ആ ആംഗിളൊക്കെ ഉണ്ടല്ലോ, അത് വേറെയാണ്. ഈ 5 വിരലും കയ്യിൻ്റെ പത്തിക്ക് ആവശ്യമാണോ അല്ലയോ, അതുപോലെയാണ് ഈ 4 വർണ്ണം. ഈ 4 വർണ്ണം ഒരേപോലെ ആരോഗ്യപരമായി ജനിച്ചാലേ സമാജത്തിന് ഭദ്രത ഉണ്ടാവുള്ളൂ. നമുക്കിവിടെ പോലീസുകാർ വേണം, മിലിറ്ററിക്കാർ വേണം. അതിന് സമാജത്തിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഉത്സാഹത്തോടും ഉണർവോടും ഊക്കോടും രുചിയോടും സന്തോഷത്തോടും കൂടി വരുന്ന ആൾക്കാരുണ്ടാവണം. അതുമാതിരി നമുക്ക് അധ്യാപകന്മാർ വേണം പഠിപ്പിക്കാൻ. അധ്യാപകന്മാർക്ക് പ്രായേണ ശമ്പളം കുറച്ച് കുറവാണ്, ബാക്കിയുള്ളവർക്കൊക്കെ കൂടുതലാണ്. പക്ഷേ ആ അധ്യാപക വൃത്തിക്ക് വരാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടർ വേണം. അവർക്ക് പഠിപ്പിക്കുന്നതാവണം ഇഷ്ടം. വിദ്യയിൽ ഏറ്റവും അധികം താല്പര്യമുള്ളവരാണ് അധ്യാപകന്മാരായി പഠിപ്പിക്കേണ്ടത്. പക്ഷേ അങ്ങനെ നമുക്ക് കിട്ടുന്നില്ല. എന്താ കാരണം? അവരെ വ്യവസായക്കാർ കൊണ്ടുപോവുക, വലിയ ശമ്പളം കൊടുത്ത് 2-3 ഇരട്ടി കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. പഠിപ്പിക്കണമെങ്കിലോ മനസ്സിന് തയ്യാറ് വേണം.
ഇപ്പോൾ ശമ്പളം എത്രയാ? ഇപ്പോഴാണ് അടുത്ത കാലത്തൊക്കെയാണ് ജഡ്ജിമാർക്കും സെക്രട്ടറിമാർക്കും ഒക്കെ ശമ്പളം കൂട്ടിയിരിക്കുന്നത്. വളരെ കുറവാണ്. വ്യവസായ മേഖലയിൽ ചെന്നാൽ 2-3 ഇരട്ടി കിട്ടും അവർക്ക്. അപ്പം അതുകൊണ്ട് നല്ല അധ്യാപകന്മാരെ നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ രാജ്യം വളരെ കൂലങ്കഷമായി ചിന്തിക്കണം. ഞാനിത് പലപ്പോഴും പറയാറുള്ളതാണ്. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ നല്ല അറിവ് അതിലൊരു വാസനാബലമുള്ളവർ തന്നെ അധ്യാപകന്മാരായി വന്ന് പഠിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അധ്യാപകന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലുള്ള പ്രജകളുടെ അറിവിൻ്റെ താക്കോൽ അവരുടെ കയ്യിലാണ്. അപ്പം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത് ഈ അധ്യാപകന്മാരുടെ അധ്യാപനത്തിനെ അനുസരിച്ചാണ്. അപ്പം നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല ബുദ്ധിയും തൻ്റെ ഇടവും അറിവ് അങ്ങനെ പശു പാൽ ചുരത്തുന്ന മാതിരി അകിട്ടിൽ അവരുടെ വായിൽ നിന്നും മുഖത്തിൽ നിന്നും അറിവ് പകർന്നു കൊടുക്കാൻ പറ്റിയ അധ്യാപകന്മാർ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ അവർക്ക് തക്ക സമ്മാനം കൊടുക്കണം, വേതനം കൊടുക്കണം. അത് നമ്മളെ കൊണ്ട് സാധിക്കണില്ല. മൊത്തത്തിൽ അതിലൊരു അലംഭാവമാണ്. നമ്മളത് അറിയണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അധ്യാപകന്മാരുടെ എണ്ണം ധാരാളമുണ്ട്. ഇപ്പം നമുക്കിവിടെ റെയിൽവേ നടത്താൻ, അഡ്മിനിസ്ട്രേഷൻ നടത്താൻ പലതിനും ആൾക്കാരുണ്ടല്ലോ. അവർക്ക് കൊടുക്കുന്ന അത്ര ശമ്പളം അധ്യാപകന്മാർക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കും. അപ്പം ഈ 4 വർണ്ണത്തിനെ കുറിച്ച് പറഞ്ഞു. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വിഭാഗങ്ങൾ. ഈ 4 എണ്ണവും ആനുപാതികമായി സമാജത്തിൽ ഭദ്രമായും ശക്തമായും ആരോഗ്യപുഷ്ടമായും നിന്നാൽ ആണ് സമാജത്തിന് വളർച്ചയും വികാസവും കെട്ടുറപ്പും ഉണ്ടാവുക. ഇനി ഈ 4 കൂട്ടർക്ക് 4 തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങളും കർമ്മങ്ങളും താല്പര്യങ്ങളുമാണ് എന്നുണ്ടെങ്കിലും അവരുടെ സാഫല്യം നേടുന്ന കാര്യത്തിൽ, ഈശ്വരനെ സമീപിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഈ വർണ്ണങ്ങൾക്ക് വ്യത്യാസമുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഈശ്വരൻ ഈസ് ഈക്വിഡിസ്റ്റൻറ്റ് ഫോർ ഓൾ ദ 4. 4 പേർക്കും തുല്യ ദൂരസ്ഥനാണ് ഈശ്വരൻ. തുല്യ ദൂരസ്ഥമാണ് ജന്മസാഫല്യം. തുല്യ ദൂരസ്ഥമാണ് ജീവിത പൂർണ്ണത, ഭദ്രത. ഒരു വ്യത്യാസവുമില്ല. ഇത് അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള വ്യത്യാസമാണ്. അതാണ് കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഈ ശ്ലോകത്തിന് വളരെ വളരെ പ്രാധാന്യം കൽപ്പിക്കണം. സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭതേ നരഃ സ്വകർമ്മനിരതസിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. ഭഗവത്ഗീതയുടെ പ്രായോഗിക നിർദ്ദേശമാണിത്. ഇതുവരെ പറഞ്ഞത് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. 4 വർണ്ണങ്ങളുണ്ട്. അതുകൊണ്ട് മനുഷ്യരാശിയിലുള്ളവർ 4 തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങളാണ് പ്രദർശിപ്പിക്കുക. ഇത് 4ഉം കൂട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് സമാജത്തിൻ്റെ ഭദ്രത, മുന്നേറ്റം, കെട്ടുറപ്പ്, ശക്തി, സമ്പന്നത. ഇത് വ്യത്യസ്തമാണെങ്കിലും വ്യത്യാസത്തിൻ്റെ പേരിൽ ഒരാൾക്കും ഒരു നിഷേധമോ ഒരധപ്പതനമോ സംഭവിക്കുന്നില്ല. അവരവരുടെ പ്രവൃത്തി ഓരോരുത്തരും വേണ്ടതുപോലെ ചെയ്യുന്ന പക്ഷം എല്ലാവർക്കും കിട്ടുന്നത് തുല്യമായ സാഫല്യവും നേട്ടവും പൂർണ്ണതയുമാണ്. ഒരു കൃഷിക്കാരന് കിട്ടുന്ന പൂർണ്ണത, ഒരു വ്യവസായിക്ക് കിട്ടുന്ന പൂർണ്ണത, ഒരു ബ്രാഹ്മണന് കിട്ടുന്ന പൂർണ്ണത, ഒരു പടയാളിക്ക് കിട്ടുന്ന പൂർണ്ണത, ഇതിനൊന്നിനും വ്യത്യാസമില്ല. എല്ലാവരും ജീവിക്കുന്നത് ഭൂമുഖത്താണ്. ശ്വസിക്കുന്നത് ഒരേ കാറ്റ്, കുടിക്കുന്നത് ഒരേ വെള്ളം, കഴിക്കുന്നത് ഒരേ മാതിരിയുള്ള ഭക്ഷണം. എന്താ പിന്നെ വ്യത്യാസം? വ്യത്യാസം നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭതേ നരഃ സ്വകർമ്മനിരതസിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. എന്താ ഇവിടെ കൃഷ്ണൻ പറയുന്നത്? സ്വേ സ്വേ കർമ്മണി അഭിരതഃ സ്വേ സ്വേ കർമ്മണി, അവരവരുടെ കർമ്മങ്ങളിൽ. ബ്രാഹ്മണൻ ബ്രഹ്മസ്വഭാവത്തിൽ, ബ്രഹ്മകർമ്മത്തിൽ, ക്ഷത്രിയൻ ക്ഷാത്രകർമ്മത്തിൽ, വൈശ്യൻ തൻ്റെ കർമ്മത്തിൽ, ശൂദ്രൻ അവൻ്റെ കർമ്മത്തിൽ. അങ്ങനെ അവരവരുടെ കർമ്മങ്ങളിൽ അഭിരതന്മാരായി നിൽക്കുന്നവർ സംസിദ്ധിം ലഭതേ നരഃ.
അവരവരുടെ കർമ്മത്തിൽ അഭിരതന്മാരാവുന്ന അഭിരതി ഉണ്ടല്ലോ, അത് തന്നെ മതി അവർക്ക് സംസിദ്ധി നേടിക്കൊടുക്കാൻ. ബ്രാഹ്മണന് ഒരു പ്രത്യേക സിദ്ധിയില്ല, ക്ഷത്രിയന് അങ്ങനെയില്ല, വൈശ്യനുമില്ല, ശൂദ്രനുമില്ല. സിദ്ധി എന്ന് പറയുന്നത് മനസ്സിനും ബുദ്ധിക്കുമാണ്. മനസ്സിലുള്ള വികാരങ്ങൾ, മനസ്സിലുള്ള തൃപ്തി, സുഖം, ഇതൊന്നും ഒരു വ്യത്യാസമില്ലല്ലോ. സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നരഃ. അവരവരുടെ കർമ്മങ്ങളിൽ അഭിരതന്മാരായാൽ എല്ലാവർക്കും ഒരുപോലെ സംസിദ്ധി കിട്ടും. സ്വകർമ്മനിരതസിദ്ധിം. തൻ്റെ കർമ്മം എന്തോ ആകട്ടെ, എന്തോ ആകട്ടെ. കർമ്മങ്ങൾ പലതരത്തിലാണല്ലോ. ചിലർ വണ്ടി ഓടിക്കും, ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അപകടം സംഭവിക്കും. ഒരു നായ അടിച്ചു കയറിയെന്ന് വരാം, പല വിഷമങ്ങൾ, ആക്സിഡൻ്റൊക്കെ ഉണ്ടാവാം. അത് ആ ഓടിക്കുന്ന പ്രവൃത്തിയിൽപ്പെട്ടതാണ്. ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായിരിക്കുന്ന ഒരാൾ ഒരു ബ്രാഹ്മണ വൃത്തിയാണെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ ശാന്തമായി കുളിച്ച് അകത്ത് ചെല്ലും, പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യും, നിവേദ്യം വയ്ക്കും, ഒരു കശപിശയില്ല, ഒന്നുമില്ല, ഒതുങ്ങി ശാന്തമായി കഴിയുന്നതാണ്. അതുപോലെയല്ലല്ലോ റോട്ടിൽ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ തൊഴിലുകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും എല്ലാ തൊഴിലും ഓരോ തൊഴിലും ശ്രദ്ധയോടുകൂടി അഭിരതന്മാരായി ചെയ്യുകയാണെങ്കിലോ സിദ്ധി എല്ലാവർക്കും ഒരുപോലെയാണെന്ന്, ഒരു വ്യത്യാസവുമില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നു ആര്? കൃഷ്ണൻ. ചതുർവർണ്ണങ്ങൾക്ക് എങ്ങനെ പരസ്പര വ്യത്യസ്തതയുണ്ടോ ആ വ്യത്യസ്തതയൊന്നും പ്രവൃത്തിക്ക് മാത്രമേ ഉള്ളൂ, സംസിദ്ധിക്ക് അത് ബാധിക്കില്ല എന്ന്. എല്ലാ പ്രവൃത്തികളെയും ഒരുപോലെ സംസിദ്ധി ഉണ്ടാക്കത്തക്ക വിധത്തിൽ നമുക്ക് പിന്തുടരാം, അനുധാവനം ചെയ്യാം. അതാണ് ഇവിടെ മുഖ്യം. സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നരഃ. അവരവരുടെ കർമ്മം എന്തു തന്നെ ആയാലും കൊള്ളാം. ഇപ്പം 4 വർണ്ണങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ബ്രഹ്മകർമ്മം, ക്ഷാത്രകർമ്മം, വൈശ്യകർമ്മം, ശൂദ്രകർമ്മം എന്ന് 4 എണ്ണമാണല്ലോ. ജാതിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പം എന്താ പറഞ്ഞത്? 25,000 ഉപജാതികളും 3000 ജാതികളുമുണ്ടെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ നമുക്ക് സ്വീകരിക്കാം. എന്ത് കർമ്മമാണെങ്കിലും അത് വേണ്ടതുപോലെ ചെയ്യണം. വളരെ താല്പര്യത്തോടുകൂടി നിസ്സംഗമായി ചെയ്താൽ അവർക്ക് സംസിദ്ധി വന്നു എന്നാണ് പറയണത്. അതിന് ചില ദൃഷ്ടാന്തങ്ങളൊന്ന് പറഞ്ഞ് കേൾപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നി എനിക്ക്. ആദ്യമായിട്ട് നമുക്ക് ഈ ബ്രഹ്മകർമ്മത്തിനെ പറ്റി എടുക്കുക. ആരാണ് അങ്ങനെ ജീവിച്ചവരെന്ന് ചോദിച്ചാൽ പലരും ജീവിച്ചിട്ടുണ്ടാവും, നമ്മളറിയില്ല. നമ്മൾക്ക് അറിയാവുന്ന ഒരെണ്ണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാലേ അത് ഓർമ്മയായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയാറുണ്ടല്ലോ, ഇക്ഷ്വാകു വംശത്തിൽ ദശരഥൻ്റെ സീമന്തപുത്രനാണ് ശ്രീരാമൻ. ശ്രീരാമന് മുമ്പ് സഹസ്രാബ്ദങ്ങൾ ഭരിച്ചു പോന്നവരാണ് ഈ ഇക്ഷ്വാകു വംശക്കാർ. അതിലിപ്പോൾ രാമനെ പോലെ ആരെങ്കിലും ചില പുത്രന്മാർ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? പക്ഷെ നമുക്കറിയില്ല. നമുക്കറിയണമെങ്കിൽ രാമനെ പറ്റി എഴുതിയ വാൽമീകിയുടെ വിവരണം കൊണ്ടാണ് അറിയുന്നത്. അപ്പം ആരെങ്കിലും ഏതെങ്കിലും ഒരു സംഭവം ലോകത്തിൽ ഉണ്ടായിട്ട് കാര്യമില്ല. ആ സംഭവത്തെ ശാശ്വതമാക്കണമെങ്കിൽ അതിനെ വിവരിക്കുന്ന ഏതെങ്കിലും ശാശ്വത സാഹിത്യം വേണം. അപ്പോഴേ അത് ജനങ്ങളുടെ ഇടയിൽ ഒരു തുടരുന്ന നിധിയായിട്ട് നിൽക്കുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് പലരും ഈ സിദ്ധി കൈവന്നിട്ടുണ്ടാവും, അതിനെപ്പറ്റി നമുക്ക് അറിയില്ല. ഇവിടെ ബ്രഹ്മജ്ഞാനികളെ പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും മികച്ച സ്ഥാനം നൽകുന്നത് വസിഷ്ഠ മഹർഷിക്കാണ്. വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു. ക്ഷത്രിയനായി അദ്ദേഹത്തിൻ്റെ പല വിധത്തിലുള്ള കളരിയും വസിഷ്ഠൻ്റെ കയ്യിലുള്ള കാമധേനുവിൻ്റെ അടുത്ത് പ്രയോഗിച്ച് തോറ്റപ്പോൾ അവസാനം മനസ്സിലായി ക്ഷാത്ര തേജസ്സിന് ശക്തിയില്ല, ബ്രാഹ്മണ തേജസ്സിന് തന്നെയാണ് ബലം എന്ന് വിചാരിച്ച് ഇനി ഞാൻ ക്ഷാത്രത്വം വിട്ട് ബ്രാഹ്മണനാകാൻ പോവുകയാണെന്ന് പറഞ്ഞ് തപസ് ചെയ്ത് അവസാനം വസിഷ്ഠൻ്റെ മുഖത്തിൽ നിന്ന് തന്നെ വിശ്വാമിത്രൻ ബ്രഹ്മജ്ഞാനിയാണെന്ന് കേൾക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത്രേ പറയുകയും ചെയ്തു ഒരവസരത്തിൽ. അതെന്തോ ആകട്ടെ, ഈ വസിഷ്ഠൻ്റെ ജീവിതം യോഗവാസിഷ്ഠ രാമായണത്തിൽ വിവരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് കേട്ടാൽ നന്നായിരിക്കും. ഞാൻ ഇപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ പറയുന്നത് പഴയ കാലത്ത് നടന്ന സംഭവമാണ്.
പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോഴാണ്. എൻ്റെ ജീവിതം, എൻ്റെ പറച്ചൽ, നിങ്ങളുടെ കേൾക്കൽ, ഇതൊക്കെ ചരിത്ര സംഭവമാണ്, ആധുനിക ചരിത്രങ്ങളാണ്. അപ്പോൾ പറയുന്നത് എന്തോ ആകട്ടെ, പറയുന്ന ആൾ ആധുനികനാണ്, കേൾക്കുന്നവരും ആധുനികരാണ്. ഈ പറയുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനമോ ആവേശമോ ഉത്സാഹമോ ഉണ്ടായാൽ അതൊരു ചരിത്ര വസ്തുതയാണ്. മനസ്സിലാവുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾക്ക്? ബ്രഹ്മാവ് ഇങ്ങനെ സൃഷ്ടിക്കുന്നു. അപ്പോൾ സൃഷ്ടിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ സൃഷ്ടി ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ആ സൃഷ്ടിച്ചതിൽ മനുഷ്യരാശി വളരെയധികം സങ്കടപ്പെടുന്നു. പല വിധത്തിലുള്ള വിഷമങ്ങളും ഉണ്ട്. ശ്രീമദ് ഭാഗവതം പറയുന്നത് ലോകം താപത്രയം ഉണ്ടാക്കുന്നതാണെന്നാണ്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന് പറയുന്ന 3 തരത്തിലുള്ള ദുഃഖം സദാ രചിക്കുന്നതാണ് ലോകം എന്ന്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഈ 3 ദുഃഖങ്ങൾ ഉണ്ടാവുമല്ലോ. അത് പോകണത് എങ്ങനെയാണ്? വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം, മംഗളകരമായ സത്യത്തെ മനസ്സിലാക്കിയാലേ പോവുള്ളൂ എന്ന്. അപ്പം ലോകം ദുഃഖമുണ്ടാക്കുന്നതാണ്. ഇപ്പം താൻ സൃഷ്ടിച്ച മനുഷ്യരാശി മുഴുവനും ഇങ്ങനെ ലോകത്തിൽ ദുഃഖം കണ്ട് ദുഃഖം അനുഭവിച്ച് വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിനൊരു പരിഹാരം അവർക്ക് ആരാ പറഞ്ഞു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ബ്രഹ്മാവ് വസിഷ്ഠന് ജന്മം നൽകിയത്. പഠിപ്പിക്കാൻ ആരെങ്കിലും വേണമല്ലോ. ജന്മം നൽകി വസിഷ്ഠൻ്റെ പാട്ടിൽ വളർന്നു. ആ കുട്ടിക്ക് ഒരു വിധത്തിലുള്ള ദുഃഖവും ഒരു വിഷമവും ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ആയാൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് മടിയിൽ വിളിച്ചിരുത്തി. എന്നിട്ട് പറയാണ്, നമുക്ക് വേണമെങ്കിൽ ശാപം എന്ന് പറയാം, നിൻ്റെ മനസ്സിൽ ലോകം എന്ന് പറയുന്ന ആ കാഴ്ചയുണ്ടല്ലോ, അത് നിൻ്റെ മനസ്സിനെ പിടിക്കട്ടെ, ഗ്രസിക്കട്ടെ എന്ന്. ഇതങ്ങോട്ട് പറഞ്ഞതും ലോകം വസിഷ്ഠൻ്റെ മനസ്സിലാവന്നങ്ങോട്ട് പതിഞ്ഞതോടുകൂടി ദുഃഖം സഹിക്കുകയാണ്. അയ്യോ എൻ്റെ അച്ഛാ, ഞാൻ ഇത്ര നേരവും സമാധാനവും സന്തോഷവും അതിൽ ആറാടിക്കൊണ്ടിരുന്നു. ഇപ്പം എനിക്ക് ലോകപ്പിശാചി പിടിച്ചു കഴിഞ്ഞു. നിൽക്കക്കളിയില്ല, സഹിക്കുവയ്യാ ദുഃഖം എന്നായി. അപ്പം സഹിക്കുവയ്യാ ദുഃഖം, അതിലങ്ങോട്ട് വീർപ്പ് മുട്ടി എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് അത് ശമിക്കാൻ വേണ്ടി ആത്മതത്വം ഉപദേശിച്ചു. ഏതുപോലെ? അർജുനന് കൃഷ്ണൻ ഉപദേശിച്ചതുപോലെ, പരീക്ഷത്തിന് ശുകമഹർഷി ഉപദേശിച്ചതുപോലെ ആത്മതത്വം ഉപദേശിച്ചപ്പോൾ സമാധാനമായി. അപ്പം ഇപ്പം എന്താ ഉണ്ടായത്? ഒരല്ലും ഒരലട്ടും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന കുട്ടി ബ്രഹ്മാവ് മടിയിലിരുത്തി ദുഃഖം പിടിപെടട്ടെ, ലോകം ഗ്രസിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദുഃഖമായി. ആ ദുഃഖം പോവാനുള്ള വഴി പറഞ്ഞപ്പോഴോ സമാധാനമായി. ഇത് രണ്ടും ആയപ്പോൾ പറയാണ്, എൻ്റെ മോനെ, നീ ഒരു കാര്യം വേണം. ഇവിടെ മനുഷ്യരാശി എക്കാലത്തും മനസ്സ് നീറി കഴിയുന്നവരാണ്. അവരുടെ നീറ്റം മാറ്റാൻ നീ 2 കാര്യം വേണം. ആർക്കാർക്കെല്ലാം ഈ കർമ്മമാർഗത്തിൽ താല്പര്യമുണ്ടോ, പ്രത്യേകിച്ചും വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ, അവർക്ക് ആ കർമ്മം നീ ഉപദേശിച്ചു കൊടുക്കണം. അതും വേണമല്ലോ, പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. ഒരു യാഗം നടത്തണമെങ്കിൽ എങ്ങനെയാണ് നടത്തുക, എവിടെയാണ് നടത്തുക, അതിൻ്റെ ഹോമകുണ്ടം എങ്ങനെയുണ്ടാവണം, എന്തെല്ലാം സാധനങ്ങൾ എടുക്കണം, മന്ത്രങ്ങൾ എന്തൊക്കെയാണ്, ഒന്നിനു പുറകെ വേറെ ഒന്ന്, ചിട്ട, ക്രമം, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഈ കർമ്മകാണ്ഡം താല്പര്യമുള്ളവർക്ക് കർമ്മമാർഗം ഉപദേശിക്കുക. അല്ല, ഇതിൽ വൈരാഗ്യമുള്ളവരാണെങ്കിലോ, ഇപ്പോൾ ശുകമഹർഷിയെ പോലെ, ശ്രീരാമനെ പോലെയൊക്കെ, അങ്ങനെ വൈരാഗ്യമുള്ളവർക്ക് നീ ആത്മജ്ഞാനവും ഉപദേശിക്കുക. കർമ്മവാസനയുള്ളവർക്ക് കർമ്മോപദേശവും വൈരാഗ്യമുള്ളവർക്ക് ആത്മജ്ഞാനോപദേശവും നൽകി നീ ഇങ്ങനെ കഴിഞ്ഞുകൂട് എന്ന് പറഞ്ഞു അത്രേ. ആ ദൗത്യത്തിൽ നിയോഗിച്ചു എന്ന്. ഗച്ഛേദാനീം മഹീപൃഷ്ഠേ ജംബൂദ്വീപാന്തരസ്ഥിതം സാധോ ഭാരതവർഷം ത്വം ലോകാനുഗ്രഹഹേതുനാ. എന്താ പറയണേ? ഗച്ഛേദാനീം മഹീപൃഷ്ഠേ ജംബൂദ്വീപാന്തരസ്ഥിതം. നീ പോ, ഞാൻ നിന്നെ ഇറക്കി വിടുന്നു. ജംബൂദ്വീപാന്തരസ്ഥിതം ഭാരതവർഷം. ജംബൂദ്വീപത്തിൻ്റെ ഉള്ളിലുള്ള ആ ഭാരതവർഷമുണ്ടല്ലോ, ആ ഭാരതവർഷത്തിൽ ലോകാനുഗ്രഹഹേതുന,
ഇവിടെ കഷ്ടപ്പെടുന്ന ജനങ്ങളെ ഉപദേശിക്കാനായി, സഹായിക്കാനായി, അനുഗ്രഹിക്കാനായി പോണം. തത്ര ക്രിയാകാണ്ഡപരാഃ ത്വയാ പുത്രമഹാധിയ ഉപദേശ്യാഃ ക്രിയാകാണ്ഡക്രമേണ ക്രമശാലിനാ. അനാദിയായിട്ട് നമ്മുടെ രാജ്യത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതാണ് വൈദിക സംസ്കാരം, വൈദിക കർമാനുഷ്ഠാനങ്ങൾ. അത് ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. നമുക്ക് പറയാൻ പറ്റില്ല എന്നാ തുടങ്ങിയതെന്ന്. ചരിത്രാതീത കാലത്തിൽ എത്രയോ പിന്നിട്ട് ദൂരത്തുനിന്ന് ആ കാലം മുതൽക്ക് വരുന്നതാണ്. അപ്പം അതിൽ പല ആൾക്കാർക്കും ആ കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്. ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ ലോകത്തിൽ നിന്ന് ഒഴിവും കിട്ടും. അങ്ങനെ ക്രിയാകാണ്ഡത്തിൽ താല്പര്യമുള്ളവരെ നീ എന്തു വേണമെന്നറിയോ? ത്വയാ പുത്രമഹാധിയ, നിനക്ക് നല്ല ബുദ്ധിയുണ്ട്, അറിവുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം. ഉപദേശ്യാഃ ക്രിയാകാണ്ഡക്രമേണ, അവർക്ക് ആ കർമ്മവിധികൾ നല്ല പോലെ ചിട്ടപ്പെടുത്തി പറഞ്ഞു കൊടുത്ത് അവരെ ഉപദേശിക്കുക. അത് തെറ്റാണെന്നൊന്നും അവർ പറയരുത്. അവർക്ക് ആശയുണ്ട്, ആവശ്യമുണ്ട്. ആ ആശയും ആവശ്യവും ഉള്ളപ്പോഴാണ്, രോഗമുള്ളപ്പോഴല്ലേ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പോയി മരുന്ന് മേടിക്കുക. അതേപോലെ അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് ആ മാർഗം നീ ഉപദേശിക്കണം, ഉപദേശിച്ചുകൊണ്ടിരിക്കണം. ഉപദേശ്യ ക്രിയാകാണ്ഡക്രമേണ ക്രമശാലിന. ഇനി ഇതേമാതിരി വിരക്തന്മാരായിട്ടുള്ള ഒരു കൂട്ടർ ലോകത്തുണ്ടാവും. വിരക്തചിത്താശ്ച തഥാ മഹാപ്രാജ്ഞാ വിചാരിണഃ ഉപദേശ്യാസ്ത്വയാ സാധോ ജ്ഞാനേന ആനന്ദദായിന. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? എത്ര ബ്യൂട്ടിഫുൾ, സുന്ദരമായിട്ടാണ് ഈ സംഭവം. തനിക്കുണ്ടായ മകന് ഒരല്ലലും അലട്ടും ഉണ്ടായിരുന്നില്ല, ലോകത്തിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ വന്നാൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം എന്താ? കേൾക്കൂലല്ലോ. അപ്പം ശപിച്ചു അത്രേ, ലോകം പിടിപെടട്ടെ, ഗ്രസിക്കട്ടെ നിൻ്റെ മനസ്സിനെന്ന്. അപ്പോൾ ദുഃഖമായി, വിഷമായി. ആ ദുഃഖം തീരാൻ അച്ഛാ എന്താ വേണ്ടതെന്നായി. അപ്പോൾ ആത്മജ്ഞാനം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സമാധാനമുണ്ടായി. അപ്പോൾ എന്തായി? വിശപ്പുണ്ടായിരുന്നില്ല, ഊണ് കഴിക്കണം തോന്നിയില്ല. ഇപ്പോൾ വിശപ്പുണ്ട്, ഊണ് കഴിച്ചു. പിന്നെയും വിശക്കണു, പിന്നെ ഊണ് കഴിച്ചു. അങ്ങനെ ഒരു നിലയാണ് വസിഷ്ഠന് വന്നത്. അപ്പോൾ വസിഷ്ഠനോട് പറയുകയാണ്, വിരക്തചിത്താശ്ച തഥാ മഹാപ്രാജ്ഞാ വിചാരിണഃ ഉപദേശ്യാസ്ത്വയാ സാധോ ജ്ഞാനേന ആനന്ദദായിന. വിരക്തചിത്തന്മാർ, ലോകത്തിൽ താല്പര്യമില്ല, അങ്ങനെയുള്ളവരുണ്ടാവും. മഹാപ്രാജ്ഞാ വിചാരിണഃ, അവർക്ക് നല്ല ബുദ്ധി, നല്ല അറിവ്, നല്ല ധാരണ, ആലോചനാബുദ്ധി. ഈ ലോകമെന്താ, എവിടെ നിന്നുണ്ടായി, ഇതിന് എത്രത്തോളം സത്യമുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. അവർക്ക് നീ എന്തു വേണം? ഉപദേശ്യാഃ, അവർ നീ ഉപദേശിക്കണം. എന്താ ഉപദേശിക്കണ്ടേ? ജ്ഞാനേന ആനന്ദദായിന, ആനന്ദം നൽകുന്ന ആത്മജ്ഞാനം അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. മറ്റുള്ളവർക്കോ ദ്രവ്യങ്ങളെല്ലാം ഉപയോഗിച്ച്, മന്ത്രങ്ങൾ പറഞ്ഞ്, ഋത്വിക്കുകളെ എല്ലാവരെയും വിളിച്ച് വലിയ ഹോമകുണ്ഡമുണ്ടാക്കി അതിൽ വിലപ്പിടിച്ച ദ്രവ്യങ്ങൾ ഹോമിപ്പിക്കുന്ന ആ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാം. അവർക്ക് അതിലാ താല്പര്യം. ഈ കൂട്ടർക്കോ അതൊന്നും വേണ്ട. അതിൽപ്പെട്ടതാണല്ലോ ഈ ശ്രീരാമൻ. അങ്ങനെയാണല്ലോ തീർത്ഥയാത്രയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ മൗഢ്യം പിടിപെട്ടിരുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്യണു? അദ്ദേഹം പറയാണ്, കർത്തവ്യമസ്തി ന മമേഹ ഹി കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതി മനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതതസുപ്തധിയേഹ വൃത്യാ കാര്യം കരോമി നച കിഞ്ചിത് അഹം കരോമി. ഇങ്ങനെയാണത്രേ വസിഷ്ഠൻ്റെ നിൽപ്പ്. കർത്തവ്യമസ്തി ന മമേഹ ഹി കിഞ്ചിദേവ സ്ഥാതവ്യം. എനിക്ക് ഈ ലോകത്തിൽ ഒന്നും ഒരു ഡ്യൂട്ടി, കർത്തവ്യം എന്ന് പറഞ്ഞ് ചെയ്യാനില്ല. ഒരു ഡ്യൂട്ടിയും എനിക്കില്ല. അങ്ങനെയാണെങ്കിലും ഞാനിവിടെ ഭംഗിയായിട്ട് ജീവിക്കുന്നു. ഭുവി സംസ്ഥിതോസ്മി. ഈ ഭൂമിയിൽ ഞാൻ വേണ്ടതുപോലെ മറ്റുള്ളവരൊക്കെ ജീവിക്കുന്ന മാതിരി അതിലും നന്നായി ജീവിക്കുന്നുണ്ട്, തൃപ്തിയോടുകൂടി. എങ്ങനെയാണ് ജീവിക്കണമെന്നറിയാമോ? സംശാന്തയാ സതതസുപ്തധിയേഹ വൃത്യാ. ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ആളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ബുദ്ധി എങ്ങനെയായിരിക്കും? അതേപോലെ ഞാൻ ഉണർന്നിരിക്കുന്ന സമയത്തും ആ
ഉറങ്ങുന്നവൻ്റെ ബുദ്ധി എങ്ങനെയോ അതുപോലെ ഒരു തരത്തിലുള്ള അല്ലലോ അലട്ടോ അന്വേഷണമോ പോക്കോ വരവോ സംഘർഷമോ ഭയമോ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുക. കാര്യം കരോമി. അങ്ങനെ ഇരുന്നത് കൊണ്ട് ഞാൻ ഉദാസീനനായാലും അതാത് കാലത്ത് എന്തെല്ലാം ചെയ്യണമോ അത് ചെയ്യണു. നചകിഞ്ചിതഹം കരോമി. എന്നാൽ വാസ്തവത്തിൽ ഞാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. എനിക്കങ്ങനെ കർത്തൃബോധത്തോടു കൂടി ഞാൻ ചെയ്യണു എന്നൊരു വിചാരമില്ല. അതുകൊണ്ട് അലട്ടുമില്ല, പൊല്ലാപ്പുമില്ല. എന്തെല്ലാം ആവശ്യമുണ്ടോ ആ ആവശ്യത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. ഒരേ വസിഷ്ഠൻ്റെ ജീവിതത്തിൽ നടന്ന 2 സംഭവമാണ്. എന്താണത്? ദശരഥൻ കല്യാണം കഴിച്ചു. ഈ ഇക്ഷ്വാകു വംശത്തിൻ്റെ കുലഗുരുവാണ് വസിഷ്ഠൻ. വളരെ കാലമായി പല തലമുറകൾക്കുമുള്ളതാണ്. ദശരഥൻ ആദ്യം കല്യാണം കഴിച്ചത് കൗസല്യ. അതിലൊരു മകളുണ്ടായതാണ് ശാന്ത. ആ ശാന്ത എന്ന് പറഞ്ഞ മകളെ വളരെ ഉദാര ബുദ്ധിയോടുകൂടി ലോമപാദന് ദത്തു കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുട്ടികളെ ദത്തു കൊടുക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടാവില്ല. ദശരഥൻ കാണിച്ചതോ അങ്ങേയറ്റത്തെ ഔദാര്യവും സ്നേഹവും അനുകമ്പയുമാണ്. എന്തിനു പറയണേ? കൗസല്യ പിന്നെ ഗർഭം ധരിച്ചില്ല. ഈ ദത്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഏറ്റവും പുണ്യകർമ്മമാണ്, വലിയ പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മം ചെയ്താൽ പിന്നെ ഒരു മകനുണ്ടാവണം, അതാണ് വേണ്ടത്. പക്ഷെ ഉണ്ടായില്ല. എന്താ ചെയ്യുക? സിംഹാസനത്തിൽ ആരെങ്കിലും ഇരിക്കണമല്ലോ. എന്നാൽ ഇനി രണ്ടാമതൊരു വിവാഹം ആയിക്കളയാന്ന് പറഞ്ഞാണ് സുമിത്രയെ കല്യാണം കഴിച്ചത്. സുമിത്രയെ കല്യാണം കഴിച്ച് സുമിത്രയും ഗർഭം ധരിച്ചില്ല. വലിയ ബുദ്ധിമുട്ടായല്ലോപ്പാ. ഇനി മനുഷ്യപ്രയത്നം വേണ്ടാന്ന് വയ്ക്കണ്ട, ഒന്നും കൂടി പരിശ്രമിച്ച് കളയാൻ രാജാക്കന്മാരൊക്കെ ആകാമല്ലോ, വിരോധമില്ല. അപ്പോൾ കയ്യയ്യെ വിവാഹം കഴിച്ചു. എന്തിനു പറയണേ? തൻ്റെ തലയിലെഴുത്തിന് ഒരു മാറ്റവും. ആ പെൺകുട്ടിയെ കൗസല്യ ആദ്യം പ്രസവിച്ചതൊഴികെ ഒരാളും ഒരനക്കല്ല. കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞു? അപ്പം ഇങ്ങനെ ആയാൽ സിംഹാസനത്തിലിരിക്കാൻ ആരുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് വസിഷ്ഠനെ വിളിച്ച് ഒരു അശ്വമേധയാഗം നടത്തിയാൽ കൊള്ളാമെന്ന് വിചാരിക്കണം. എന്താ അങ്ങേക്ക് അഭിപ്രായം എന്ന് ചോദിച്ചു. വളരെ നല്ല കാര്യമാണല്ലോ. രാജാക്കന്മാരും ചക്രവർത്തിമാരുമാണ് ഇത് ചെയ്യുക. ഇത് ചെയ്യാൻ വളരെ സന്നാഹങ്ങളും ഒരുക്കുകളും വേണം. 1 കൊല്ലം വേണം. ഞാനൊക്കെ പറഞ്ഞു തരാം, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അശ്വമേധ മഹായാഗം വേണ്ടതുപോലെ ചെയ്യിച്ചു. ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ക്രിയാപരന്മാർക്ക് ക്രിയ ഉപദേശിച്ചോളൂ, വിരക്തന്മാർക്ക് ജ്ഞാനം. അപ്പം ദശരഥനിവിടെ ആവശ്യം ഒരു പുത്രനാണ്, അഭിലാഷം പുത്രനിലാണ്. സിംഹാസനത്തിൽ ഇരിക്കാൻ വേണം താൻ, അത് വസിഷ്ഠർക്കും അറിയാം. അപ്പം അശ്വമേധയാഗം വേണ്ടതുപോലെ ഭംഗിയായി കഴിപ്പിച്ചു. അതിൽ പ്രസാദം കിട്ടി. അത് 3 ഭാര്യമാർക്കും പങ്കുവെച്ചു കൊടുത്തു. ദശരഥൻ ഇതിലേറെ സന്തോഷിക്കാനില്ല, അത്ര വലിയ സന്തോഷമാണ്. അപ്പം തനിക്കിങ്ങനെ ഒരു അശ്വമേധ മഹായാഗം നിർവഹിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച് വേണ്ടതുപോലെ നടത്തി. അതിൽ കുലഗുരുവാണല്ലോ, ഋത്വിക്കുകളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം അവരുണ്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ദശരഥൻ്റെ മനസ്സിലുള്ള സന്തോഷവും കൃതകൃത്യതയും എങ്ങനെയോ അതേപോലെ വസിഷ്ഠനോടും കൂട്ടരോടും കൃതജ്ഞതയും തോന്നി. നിങ്ങളിത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കൂട്ടത്തിലെ, വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതാണ് നമ്മുടെ ഭാരതഭൂമിയുടെ സംസ്കാരമാണിത്. നിങ്ങളിത് കേൾക്കെങ്കിലും ചെയ്യണപ്പാ, മനസ്സിലാക്കിയെങ്കിലും ചെയ്യും. എന്താ പറഞ്ഞേ? സന്തോഷം കൊണ്ട് എൻ്റെ അയോധ്യ രാജ്യത്തിന് ഞാൻ 4 പങ്ക് വയ്ക്കണം. ഓരോ പങ്ക് ഓരോ ഋത്വിക്കനും 4 ഋത്വിക്കുകൾക്ക് തരാൻ പോവുക എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതുപോലെ കൊടുത്തു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദശരഥന് താമസിക്കാൻ ഭൂമിയില്ല. 4 പങ്കായി 4 ഋത്വിക്കുകൾക്ക് കൊടുത്തു. ആ അശ്വമേധയാഗം നടത്തിയതിൻ്റെ ആ സന്തോഷത്തിൻ്റെ പേര്, കൃതജ്ഞതയുടെ പേര്. വസിഷ്ഠരൊന്ന് ചിരിച്ചു. എന്നിട്ട് അത് വാങ്ങി മന്ത്രത്തൊക്കെ പറ്റി കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറയണ്ടല്ലോ. എന്നിട്ട് പറയുകയാണ്, ന ഭൂമ്യാ കാര്യമസ്മാകം നഹി ശക്താഹ സ്മ പാലനേ രഥാഹ സ്വാധ്യായകരണേ
വയം നിത്യം ഹി ഭൂമിപ. ഞാനിതൊക്കെ വായിക്കുമ്പോൾ എന്താ പറയുക എൻ്റെ അപ്പ, എൻ്റെ മനസ്സ് ആ കാലത്തേക്ക് അങ്ങോട്ട് പോവുക. ഇത് എന്നാ നടന്നത്? ത്രേതായുഗത്തിൽ നടന്ന സംഭവമാണ്. ഇത് ഭൂമാനന്ദ സ്വാമിജി നിങ്ങളോട് കലിയുഗത്തിലാണ് പറയുന്നത്. ത്രേതായുഗം കഴിഞ്ഞു, ദ്വാപരയുഗം കഴിഞ്ഞു, കലിയുഗത്തിലാണ് പറയുന്നത്. എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സംസ്കാരം തുടച്ചാലും കഴുകിയാലും പോവില്ല, അതവിടെ നിൽക്കും. ന ഭൂമ്യാ കാര്യമസ്മാകം നഹി ശക്താഹ സ്മപാലനെ. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് എൻ്റെ മഹാരാജാവേ എന്തിനാണ് ഭൂമി? ഒരു പ്രയോജനവും ഞങ്ങൾക്കില്ല. നഹി ശക്താസ്മപാലനെ. ഇനി ഞങ്ങൾക്ക് ആ ഭൂമി പാലിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. ഞങ്ങളുടെ ജീവിത രീതിയും ഞങ്ങളുടെ താല്പര്യവും വേറെയാണ്. എന്താത്? രഥാഹ സ്വാധ്യായകരണേ. ഞങ്ങൾ പഠിച്ച് ഉരുവിട്ട് പഠിച്ച മന്ത്രങ്ങളുണ്ടല്ലോ, ആ മന്ത്രങ്ങൾ ശീലിച്ച് ആ ഓർമ്മ പോകാതെ അത് നിലനിർത്തി പോരണം. അപ്പോൾ പ്രതിദിനം അത് ഉരുവിട്ട് പഠിക്കണം, സ്വാധ്യായം നടത്തണം. അതിൽ മാത്രമേ ഞങ്ങൾക്ക് ശ്രദ്ധയും താല്പര്യവും ഞങ്ങൾക്ക് സമയമുള്ളൂ. അതുകൊണ്ടൊരു കാര്യം വേണം, ഞങ്ങൾക്ക് ഈ ഭൂമി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല.